നിങ്ങളൊരു സ്റ്റോക്ക് വാങ്ങുമ്പോൾ 1000 രൂപയ്ക്ക് അല്ലെങ്കിൽ ഒരു 10000 രൂപയ്ക്ക് നിങ്ങൾ ഓർഡർ കൊടുക്കുന്നു, ഉടനെ തന്നെ അത് എക്സിക്യൂട്ട് ആവും. സ്റ്റോക്കിന്റെ പ്രൈസിൽ വലിയ മാറ്റമൊന്നുമില്ല. ഇൻഷുറൻസ് കമ്പനിയോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടോ ഒക്കെയാണ് എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് വാങ്ങേണ്ടത് 1000 കോടി രൂപയുടെ സ്റ്റോക്കാണ്. അപ്പോൾ അത്രയും വലിയൊരു എമൗണ്ട് ഒറ്റ ബൈ ബട്ടൺ ഞെക്കിയാൽ എന്താണ് സംഭവിക്കുക? നമുക്കൊക്കെ അറിയാം, മാർക്കറ്റ് ഒരു സുനാമി പോലെ മുകളിലേക്ക് പോവുകയും സ്റ്റോക്കിന്റെ പ്രൈസ് ചിലപ്പോൾ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ 20% അപ്പർ സർക്യൂട്ട് അടിക്കുന്ന സാധ്യതകൾ വരെ അവിടെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ വാങ്ങാൻ വിചാരിച്ച പ്രൈസിനേക്കാൾ ഒരുപാട് കൂടിയ വിലയ്ക്കായിരിക്കും നിങ്ങൾ ആ സ്റ്റോക്ക് വാങ്ങേണ്ടി വരിക. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി മൊത്തത്തിൽ താളം തെറ്റുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ആ ഒരു ബൈയിങ് മാറുകയും ചെയ്യും. മാർക്കറ്റിൽ വലിയ മൂവ്മെന്റ്സ് ഒന്നും ഉണ്ടാക്കാതെ ഒരൊച്ചപ്പാടും ഇല്ലാതെ എങ്ങനെയാണ് ഈ വമ്പന്മാർ ഇത്രയും സ്റ്റോക്കുകൾ വാങ്ങിക്കൂട്ടുന്നത്? എങ്ങനെയായിരിക്കും അവരുടെ ഒരു സീക്രട്ട്? നിങ്ങളൊരു 10000 രൂപയ്ക്ക് സ്റ്റോക്ക് വാങ്ങുമ്പോൾ മാർക്കറ്റിന് പ്രത്യേകിച്ച് മൂവ്മെന്റ് ഒന്നും ഉണ്ടാകില്ല. പക്ഷേ നിങ്ങളൊരു 1000 കോടി രൂപയ്ക്ക് ഒരു സ്റ്റോക്ക് വാങ്ങാൻ ശ്രമിച്ചാൽ നിങ്ങൾ ബൈ ബട്ടൺ ഞെക്കുന്ന നിമിഷം മാർക്കറ്റ് അപ്പർ സർക്യൂട്ട് അടിക്കും. അതേപോലെ തന്നെ 10000 രൂപയുടെ ഒരു സ്റ്റോക്ക് നിങ്ങൾക്ക് സെല്ല് ചെയ്യാൻ സിമ്പിൾ ആയിട്ട് സാധിക്കും. പക്ഷേ 1000 കോടി രൂപയ്ക്കുള്ള ഒരു സെൽ ഓർഡർ ഒരുമിച്ച് നിങ്ങൾ ഇട്ടാൽ അപ്പൊ തന്നെ മാർക്കറ്റ് ലോവർ സർക്യൂട്ട് അടിക്കും. അപ്പോൾ ബയേഴ്സിന്റെയും സെല്ലേഴ്സിന്റെയും അവൈലബിലിറ്റി എങ്ങനെയാണ് മാർക്കറ്റ് യൂസ് ചെയ്യുന്നത്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് എങ്ങനെയാണ് മാർക്കറ്റിനെ യൂട്ടിലൈസ് ചെയ്ത് മാർക്കറ്റിന് പ്രത്യേകിച്ച് മൂവ്മെന്റ്സ് ഒന്നും ഇല്ലാതെ അവരുടെ ട്രേഡുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഒരു റിയൽ ലൈഫ് എക്സാമ്പിളിലൂടെ സ്മാർട്ട് മണിയുടെ മാർക്കറ്റ് എക്സിക്യൂഷൻ മെത്തേഡ് മനസ്സിലാക്കി തരികയാണ്. അതുപോലെ തന്നെ നിങ്ങൾ എങ്ങനെ മാർക്കറ്റിൽ ഈ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യണം ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് ധനം സ്മാർട്ട് സേവിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. അപ്പൊ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നേരിടുന്ന ആ ഒരു വലിയ പ്രശ്നത്തിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അവരുടെ ഏറ്റവും വലിയ തലവേദനയാണ് മാർക്കറ്റ് ഇമ്പാക്ട്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അവരുടെ വലിയ ബൈയിങ്ങോ അല്ലെങ്കിൽ സെല്ലിങ്ങോ കാരണം സ്റ്റോക്ക് പ്രൈസ് ഇമ്മീഡിയറ്റ് ആയിട്ട് മുകളിലേക്കോ അല്ലെങ്കിൽ താഴേക്കോ പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അത് ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ലക്ഷ്യം. 1000 കോടി രൂപയുടെ ഒരു ഓർഡർ ഒറ്റയടിക്ക് മാർക്കറ്റിലേക്ക് ഇട്ടാൽ ആ പ്രൈസിന് വിൽക്കാൻ റെഡി ആയിട്ട് അത്രയും സെല്ലേഴ്സ് ഉണ്ടാവില്ല. ഡിമാൻഡ് വളരെ കൂടുകയും സപ്ലൈ കുറയുകയും ചെയ്യുമ്പോൾ പ്രൈസ് നാച്ചുറൽ ആയിട്ട് മുകളിലേക്ക് പോകും. അപ്പോൾ ഇതിനെയാണ് സ്ലിപ്പേജ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിച്ച പ്രൈസും നിങ്ങൾ ആക്ച്വലി വാങ്ങിയ പ്രൈസും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ്. 100 രൂപയ്ക്കാണ് നിങ്ങൾ സ്റ്റോക്ക് വാങ്ങാൻ ഉദ്ദേശിച്ചെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോക്ക് ബൈയിങ് കൊടുത്തതിന് ശേഷം ആക്ച്വൽ എക്സിക്യൂഷൻ നടക്കുന്നത് 108 രൂപയ്ക്കാണെങ്കിൽ ആ ഒരു തമ്മിലുള്ള വ്യത്യാസം 8 രൂപയാണ്. 100 രൂപയ്ക്ക് അത് 8 രൂപയ്ക്കും 1000 രൂപയ്ക്ക് 80ഉം 10000 രൂപയ്ക്ക് 800 രൂപയുമാണ്. കോടികളിലേക്ക് വരുമ്പോൾ ഏതാണ്ട് 8% സ്ലിപ്പേജ് ഇവിടെ വരികയാണ്. ഫോർ എക്സാമ്പിൾ 1000 കോടി രൂപയുടെ ഒരു ട്രേഡിംഗ് നടക്കുമ്പോൾ ഏതാണ്ട് 80 കോടി രൂപയുടെ സ്ലിപ്പേജ് ആ മാർക്കറ്റിൽ സംഭവിക്കുകയാണ്. അതൊരു വലിയ എമൗണ്ട് ആണ്. അത്തരത്തിൽ വന്നാൽ കോടിക്കണക്കിന് നഷ്ടമാണ് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് സംഭവിക്കുക. അപ്പോ അതെങ്ങനെ മറികടക്കും? അവർ ഒരിക്കലും ആ ഒറ്റ ഓർഡർ ആയിട്ടല്ല ഈ ഒരു ബൈയിങ് എക്സിക്യൂട്ട് ചെയ്യുക. ലക്ഷക്കണക്കിന് ചെറിയ ഓർഡറുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്തായിരിക്കും അവർ ആ ഓർഡർ എക്സിക്യൂട്ട് ചെയ്യുക. ഒരിക്കലും ഈ ഓർഡറുകൾ ഒരു സാധാരണ റീറ്റെയിൽ ഇൻവെസ്റ്റർക്ക് കാണാൻ പറ്റാത്ത തരത്തിൽ അല്ലെങ്കിൽ റീറ്റെയിൽ ഇൻവെസ്റ്ററുടെ ഓർഡറുകൾ പോലെ തന്നെയായിരിക്കും അവരും എക്സിക്യൂട്ട് ചെയ്യുക. അതിനായിട്ട് അവർ ഉപയോഗിക്കുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ് ഓർഡർ സ്പ്ലിറ്റിംഗ് സ്ട്രാറ്റജി. എന്നാൽ വെറുതെ ഓർഡറുകൾ ചെറുതാക്കിയാൽ മാത്രം പോരാ, അത് ഏത് പ്രൈസിൽ എത്ര ഓർഡറുകളായിട്ട് മാർക്കറ്റിലേക്ക് അയക്കണം എന്നത് കൃത്യമായിട്ടുള്ള പ്ലാൻ വേണം. അപ്പൊ അതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുക? അപ്പൊ അതിന് സെപ്പറേറ്റ് ടൂൾ കിറ്റ് ആവശ്യമുണ്ട്. അപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉപയോഗിക്കുന്ന ആ ടൂൾസ് എന്തൊക്കെയാണ്? ഒന്നാമതായിട്ട് അൽഗോരിതമിക് ട്രേഡിംഗ് ആണ്. വിവാപ്പ്, ടിവാപ്പ്. ബിഗ് മണി എങ്ങോട്ടാണ് ആ ഒരു ഫ്ലോ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ ചാർട്ടിലെ ആ ഒരു പ്രൈസ് മാത്രം നോക്കിയാൽ നമുക്ക് പിടികിട്ടില്ല. ഇവിടെയാണ് വിവാപ്പ് പോലെയുള്ള അൽഗോരിതംസിന്റെ ഇമ്പോർട്ടൻസ്. ഇതിന്റെ ആ ഒരു അർത്ഥം നോക്കുകയാണെങ്കിൽ ഒരു ദിവസത്തെ ടോട്ടൽ ട്രേഡിംഗ് വോളിയം വെച്ചിട്ടുള്ള ഒരു ആവറേജ് പ്രൈസ് ആണ്. ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ലക്ഷ്യം അവരുടെ ബൈയിങ് ആവറേജ് പ്രൈസ് ഈ വിവാപ്പിന് അടുത്തായിട്ട് നിർത്തുക എന്നുള്ളതാണ്. അവർ ദിവസം മുഴുവൻ കുറേശ്ശെ ആയിട്ട് സ്റ്റോക്കുകൾ വാങ്ങുകയും എപ്പോഴാണ് മാർക്കറ്റിൽ കൂടുതൽ വോളിയം വരുന്നത്, അതായത് കൂടുതൽ ആളുകൾ വാങ്ങാനും വിൽക്കാനും ട്രൈ ചെയ്യുന്നത്, അപ്പോ അവർ തങ്ങളുടെ ഓർഡറിന്റെ ഒരു വലിയ ഭാഗം അവിടെ തന്നെ എക്സിക്യൂട്ട് ചെയ്യും. അപ്പോ വോളിയം എവിടെയാണോ കുറയുന്നത് അപ്പൊ അവരും അവരുടെ ബൈയിങ് കുറയ്ക്കും. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ അവരുടെ ബൈയിങ് മാർക്കറ്റിന്റെ നാച്ചുറൽ ഫ്ലോയുടെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് എല്ലാവർക്കും മനസ്സിലാകുക. ഒരു വലിയ ഓർഡർ ഒറ്റയടിക്ക് കൊടുക്കുന്നതിന് പകരം ദിവസം മുഴുവൻ സ്പ്രെഡ് ആയി കിടക്കുന്ന ആയിരക്കണക്കിന് ചെറിയ ഓർഡറുകളായിട്ട് ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം അവരുടെ ഓർഡറിനെ മാറ്റുകയാണ്. അപ്പൊ ഇമ്പാക്ട് പരമാവധി കുറയ്ക്കുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം. അപ്പൊ ഇനി ടൈം വെയിറ്റഡ് ആവറേജ്
പ്രൈസ് ടീവ. ഇത് മറ്റൊരു സ്ട്രാറ്റജിയാണ്. ഇവിടെ വോളിയം അല്ല, സമയത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഉദാഹരണത്തിന് രാവിലെ 9:30 മുതൽ വൈകിട്ട് 3 മണി വരെ 1,00,000 ഷെയറുകൾ വാങ്ങണമെങ്കിൽ അവർ ടീവ അൽഗോരിതം ഓരോ മിനിറ്റിലോ അല്ലെങ്കിൽ ഒരു 5 മിനിറ്റിലോ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഷെയറുകൾ വാങ്ങാനുള്ള ഓർഡറുകൾ അവർ കൊടുത്തുകൊണ്ടേയിരിക്കും. ഇത് മാർക്കറ്റിൽ കോൺസ്റ്റന്റ് ആയിട്ട് ഈ ഒരു ബൈയിങ് അങ്ങനെ കിടക്കും. പക്ഷെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു ബൈയിങ് പ്രസൻസ് നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ ഈ അൽഗോരിതംസ് ഒരു മനുഷ്യനേക്കാൾ വളരെ എഫക്റ്റീവ് ആയിട്ട് അതുപോലെ തന്നെ സീക്രട്ട് ആയിട്ടൊക്കെ ഓർഡർ എക്സിക്യൂട്ട് ചെയ്യാൻ അവരെ കൊണ്ട് സാധിക്കും. അത് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് മണിയുടെ ലക്ഷ്യവും. രണ്ടാമതായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ബ്ലോക്ക് ഡീൽസ് ആൻഡ് ബൾക്ക് ഡീൽസ്. ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വലിയ ക്വാണ്ടിറ്റിയിൽ സ്റ്റോക്കുകൾ കൈമാറാൻ ലീഗലായിട്ടുള്ള ചില വഴികളുണ്ട്. അതാണ് ബ്ലോക്ക് ഡീൽസും ബൾക്ക് ഡീൽസും. ഇതിന്റെ ലക്ഷ്യം US മാർക്കറ്റിലെ ഡാർക്ക് സിമിലർ ആണെങ്കിലും വർക്ക് ചെയ്യുന്ന രീതിയിൽ വ്യത്യാസമുണ്ട്. ഇന്ത്യയിലെ ബ്ലോക്ക് ഡീലുകൾ എക്സ്ചേഞ്ചിന്റെ സൂപ്പർവിഷനിൽ നടക്കുന്ന ഒരു ട്രാൻസ്പെറന്റ് സിസ്റ്റമാണ്. രണ്ട് വലിയ പാർട്ടീസ്, ഉദാഹരണത്തിന് ഒരു മ്യൂച്വൽ ഫണ്ടും ഒരു ഇൻഷുറൻസ് കമ്പനിയും തമ്മിൽ പ്രൈസും ക്വാണ്ടിറ്റിയും നേരത്തെ തന്നെ എഗ്രി ചെയ്ത് നടത്തുന്ന ഒരു ട്രേഡാണ്. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ഒരു വോളിയത്തിന്റെ ഹൈപ്പോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ട്രാൻസാക്ഷൻ നമുക്ക് മാർക്കറ്റിൽ കാണാൻ കഴിയില്ല. ഇത് ഓപ്പൺ മാർക്കറ്റിലല്ല, പകരം എക്സ്ചേഞ്ച് നൽകുന്ന ഒരു സ്പെഷ്യൽ ട്രേഡിംഗ് വിൻഡോയിലാണ് അവർ ഈ ഒരു ട്രേഡിംഗ് ചെയ്യുന്നുണ്ടാവുക. സാധാരണയായിട്ട് 8:45-നും 9-നും ഇടയിലും അല്ലെങ്കിൽ ഉച്ചയ്ക്ക് 2:05-നും 2:20-നും ഇടയിലൊക്കെയാണ് ഈ ഒരു സ്പെഷ്യൽ വിൻഡോസ് ഉള്ളത്. ഒരു ബ്ലോക്ക് ഡീൽ കുറഞ്ഞത് 10 കോടി രൂപയുടെ വാല്യൂ എങ്കിലും ഉണ്ടാവാറുണ്ട്. അപ്പൊ ഈ റൂൾസ് ഒരു സ്പെഷ്യൽ വിൻഡോയിൽ നടക്കുന്ന ട്രേഡിംഗ് ആയതുകൊണ്ട് ഓപ്പൺ മാർക്കറ്റിൽ ഈ ഒരു ഇമ്പാക്ട് കാണാൻ കഴിയില്ല. അതുപോലെ തന്നെ മറ്റൊരു മെത്തേഡാണ് ബൾക്ക് ഡീൽ. ഇത് ബ്ലോക്ക് ഡീലിൽ നിന്ന് വ്യത്യാസമാണ്. ഒരു കമ്പനിയുടെ ടോട്ടൽ ഷെയറുകളുടെ 0.5% കൂടുതൽ ഒരു ദിവസം ആരെങ്കിലും വാങ്ങുകയോ അല്ലെങ്കിൽ വിൽക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് ബൾക്ക് ഡീൽ എന്ന് പറയുന്നത്. ഇത് നോർമൽ ട്രേഡിംഗ് ടൈമിൽ ഓപ്പൺ മാർക്കറ്റിൽ തന്നെയാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് പ്രൈസിൽ പെട്ടെന്ന് ഒരു മൂവ്മെന്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞേക്കും. എക്സ്ചേഞ്ചുകൾ എല്ലാ ദിവസവും വൈകുന്നേരം ബൾക്ക് ഡീലുകളുടെ ഡീറ്റെയിലിൽ പുറത്തുവിടും. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം ആരെങ്കിലും ബൾക്കായിട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിലോ ഇല്ലെങ്കിലോ ഈ ഒരു ഡീറ്റെയിൽസ് നമുക്ക് എൻഡ് ഓഫ് ദി ഡേ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ രണ്ട് വഴിയിലൂടെയും ഇൻസ്റ്റിറ്റ്യൂഷൻസ് വലിയ ക്വാണ്ടിറ്റിയിൽ ഷെയറുകൾ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. എങ്കിലും മിക്കപ്പോഴും അവർ സെലക്ട് ചെയ്യുന്നത് അൽഗോരിതമിക് ട്രേഡിംഗിലൂടെയോ അല്ലെങ്കിൽ പതുക്കെ സീക്രട്ട് ആയിട്ടുള്ള പൊസിഷൻ ബിൽഡ് ചെയ്യുന്നതിലായിരിക്കും. കാരണം അവർക്ക് ഏറ്റവും സേഫ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, ഏറ്റവും കൂടുതൽ ലാഭകരമായിട്ട് ചെയ്യാൻ പറ്റുന്നതും ഈ ഒരു മെത്തേഡാണ്. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ വെച്ച് നമുക്ക് ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അത്തർ എനർജിയുടെ ആ ഒരു ഹിസ്റ്ററിയാണ്. 2025 മെയ്യിൽ 321 രൂപ IPO പ്രൈസിൽ മാർക്കറ്റിലെത്തിയ സ്റ്റോക്കാണ് അത്തർ. അപ്പോ NSE ലിസ്റ്റിംഗിൽ 328 ആയിരുന്നു. പക്ഷെ ലിസ്റ്റിംഗ് കഴിഞ്ഞതോടെ സ്റ്റോക്ക് പെട്ടെന്ന് താഴേക്ക് പോയി. ഒരു സ്റ്റേജിൽ 300-ൽ താഴെ വരെ ക്ലോസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടായി. അപ്പൊ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് എന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാകുക? ഇത് നല്ലൊരു IPO അല്ല, അല്ലെങ്കിൽ EV സെക്ടർ വളരെ റിസ്കിയാണ്, അപ്പോൾ ഇതിൽ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, പക്ഷെ എങ്ങനെയെങ്കിലും എക്സിറ്റ് ചെയ്യുക എന്നൊരു ചിന്തയായിരിക്കും ഒരു സാധാരണ റീറ്റെയിൽ ഇൻവെസ്റ്റർക്ക് ഉണ്ടാവുക. അപ്പൊ ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം സംഭവിക്കുന്നുണ്ടായിരുന്നു. സ്റ്റോക്ക് പ്രൈസ് വലിയ എക്സൈറ്റ്മെന്റ് ഒന്നും കാണിച്ചില്ല, പക്ഷേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ ഓണർഷിപ്പ് പതുക്കെ കൂട്ടിക്കൊണ്ടുവരാൻ തുടങ്ങി. മ്യൂച്വൽ ഫണ്ടിന്റെ ഹോൾഡിംഗിൽ നിന്ന് നമുക്ക് ഈ ഒരു ഡീറ്റെയിൽസ് മനസ്സിലാക്കാം. ആദ്യം 11.54% ആണ് ഒരു സ്റ്റാർട്ടിംഗിൽ ഉണ്ടായിരുന്നത്. പിന്നെ അത് 11.99, പിന്നെ 12.40. ഡിസംബർ ഒക്കെ ആയപ്പോഴത്തേക്ക് 18.04%ലേക്ക് അവരുടെ മ്യൂച്വൽ ഫണ്ട് ഹോൾഡിംഗ് കൂടുകയുണ്ടായി. അപ്പൊ മാർച്ച് 2026-ൽ 20.45%ലേക്ക് ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് കൂടുകയുണ്ടായി. DIA ഹോൾഡിംഗ് ശക്തമായിട്ട് കൂടി. അതായത് ചാർട്ടിൽ വലിയൊരു എക്സൈറ്റ്മെന്റ് ഒന്നും ഇല്ലാത്ത സമയത്ത് തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പാർട്ടിസിപ്പേഷൻ ഒരുപാട് വർദ്ധിച്ചു എന്നുള്ളതാണ്. ഇതിനെ നമ്മൾ അക്യുമുലേഷൻ ഫേസ് എന്നാണ് പറയുന്നത്. അത്തരത്തിലുള്ള പാറ്റേൺസിന്റെ ഒരു റിയൽ വേൾഡ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് അത്തറിന്റെ ഈ ഒരു എക്സ്പീരിയൻസ് കാണാൻ കഴിയും. പക്ഷെ ഇവിടെ ഒരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇൻസ്റ്റിറ്റ്യൂഷൻ ഹോൾഡിംഗ് കൂടുന്നു എന്നതുകൊണ്ട് മാത്രം ഒരിക്കലും ഒരു സ്റ്റോക്ക് ഉടനെ കയറി പോകും എന്നൊരു ഗ്യാരണ്ടി ഇല്ല. ബിസിനസ് പെർഫോമൻസ് ഇംപ്രൂവ് ആവണം, ഡിമാൻഡ് വരണം, മാർക്കറ്റ് സെന്റിമെന്റ്സ് മാറണം. അതിനുശേഷമാണ് ആ ഒരു വലിയ മൂവ് വരുന്നത്. അത്തറിൽ പിന്നീട് ഓപ്പറേഷണൽ പെർഫോമൻസ് ഒരുപാട് ഇംപ്രൂവ് ആയി, ലോസ് കുറയുകയും എബിറ്റഡ പോസിറ്റീവ് ആവുകയും ചെയ്തു. ഇൻവെസ്റ്റേഴ്സിന്റെ കോൺഫിഡൻസ് കൂടി. പിന്നെ സ്റ്റോക്ക് 700, 1000, ഒടുവിൽ ജൂലൈ 2026-ൽ 1343 എന്ന ഓൾ ടൈം ഹൈയിലേക്ക് വരെ കുതിച്ചു പായുന്ന ഒരു സിറ്റുവേഷൻ നമ്മളിവിടെ കണ്ടു. അപ്പൊ ഇവിടെയാണ് റീറ്റെയിൽ ട്രേഡേഴ്സിനും ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിനും ഇടയിലെ ആ ഒരു വലിയ ഡിഫറൻസ് നമുക്ക് മനസ്സിലാവുന്നത്. റീറ്റെയിൽ ട്രേഡേഴ്സ് ബ്രേക്ക്ഔട്ട് കണ്ടപ്പോൾ ശ്രദ്ധിച്ചു. ഇൻസ്റ്റിറ്റ്യൂഷൻ പാർട്ടിസിപ്പേഷൻ അതിന് മുമ്പുള്ള ആ ഒരു ടൈമിൽ തന്നെ കൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് മാർക്കറ്റിൽ ഏറ്റവും ബോറിംഗ് ആയിട്ടുള്ള ആ ഒരു കൺസോളിഡേഷൻ ഫേസിനെ ഇഗ്നോർ ചെയ്യരുത് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെന്റുകൾ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? എങ്ങനെയാണ് ഈ ഒരു സ്മാർട്ട് മണിയുടെ ഫുട് പ്രിന്റ്സ് നമുക്ക് കണ്ടെത്താൻ കഴിയുക? അപ്പൊ അത് നമുക്ക് ഇവിടെ മനസ്സിലാക്കാം. അതിനു മുമ്പ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി പറഞ്ഞു പോവുകയാണ്. ഇതുപോലെയുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോ വീഡിയോകൾ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഒരു ലൈക്കോ ഷെയറോ അല്ലെങ്കിൽ സൂപ്പർ താങ്ക്സോ ഒക്കെ തന്ന് ഈ ഒരു എഫേർട്ടിനെ നിങ്ങളൊന്ന് മോട്ടിവേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഒന്ന് ഫോർവേഡ് ചെയ്യുക. അപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷൻ
ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഫുട് പ്രിന്റ് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നോക്കാം. എത്രയൊക്കെ സീക്രട്ട് ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചാലും അവരുടെ ആക്ടിവിറ്റീസിന്റെ ചില സിഗ്നൽസ് അല്ലെങ്കിൽ ഫുട് പ്രിന്റ്സ് ചാർട്ടിൽ കാണാൻ കഴിയും. നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരാൾക്ക് ഈ ഫുട് പ്രിന്റ്സ് കണ്ടുപിടിക്കാൻ സിമ്പിൾ ആയിട്ട് പറ്റും. ഓർക്കണം, ഇതൊന്നും ഉറപ്പുള്ള സിഗ്നൽസ് അല്ല, പക്ഷേ പോസിബിലിറ്റീസ് കൊണ്ട് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കണം. അപ്പൊ ആ കണ്ടുപിടിക്കുന്ന ഒന്നാമത്തെ മെത്തേഡാണ് കൺസോൾട്ടേഷൻ അഥവാ അക്യുമുലേഷൻ സോൺ. ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് ഒരുപാട് നാളത്തേക്ക് ഒരു പ്രത്യേക റേഞ്ചിനുള്ളിൽ, ഉദാഹരണത്തിന് 100 രൂപയ്ക്കും 110 രൂപയ്ക്കും ഇടയിൽ മാത്രം മൂവ് ചെയ്യുന്നതിനെയാണ് കൺസോൾട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റോക്കുകൾ വാങ്ങി കൂട്ടുന്നതിന്റെ ഒരു പോസിബിലിറ്റി ആയിട്ടാണ് പലരും കണക്കാക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കുക, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കോടിക്കണക്കിന് ഷെയറുകൾ വാങ്ങണം, അവർക്ക് വേണ്ടത് കുറഞ്ഞ പ്രൈസ് ആണ്. സ്റ്റോക്സിന്റെ പ്രൈസ് 100 രൂപയിൽ നിന്ന് 110 എത്തുമ്പോൾ അവർ ബൈയിങ് നിർത്തും. പ്രൈസ് വീണ്ടും പതിയെ പതിയെ താഴേക്ക് വരും. 100-ന് അടുത്തേക്ക് വരുമ്പോൾ അവർ വീണ്ടും ബൈ ചെയ്യാൻ തുടങ്ങും. മാർക്കറ്റിൽ വിൽക്കാൻ വരുന്ന ഷെയറുകളെ ഒരു റേഞ്ചിനുള്ളിൽ വെച്ച് തന്നെ അവർ പതുക്കെ പതുക്കെ അബ്സോർവ് ചെയ്യും. അപ്പൊ ഈ ഒരു പ്രോസസ്സ് ആഴ്ചകളോ മാസങ്ങളോ ഒക്കെ എടുത്തേക്കും. അപ്പൊ ഈ സമയത്ത് സ്റ്റോക്ക് ഒരു വല്ലാത്ത ബോറിംഗ് സെഷനിലാണ് എന്ന് റീറ്റെയിൽ ട്രേഡേഴ്സിന് തോന്നാം. പക്ഷേ ഈ ഒരു സീനിന് പിന്നിൽ വലിയ പ്ലേയേഴ്സ് അവരുടെ പൊസിഷൻ ബിൽഡ് ചെയ്യുകയായിരിക്കും. പക്ഷെ ഒരിക്കലും എല്ലാ കൺസോൾട്ടേഷനും അക്യുമുലേഷൻ ആവണമെന്നില്ല. ചിലപ്പോൾ ഇത് വിൽക്കലിന്റെയോ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷന്റെ ഒക്കെ സൈൻ ആയിട്ടിരിക്കാം. അപ്പോ ഇത് മറ്റേത് രീതിയിൽ കൂടെ നമുക്ക് കൺഫേം ചെയ്യാൻ കഴിയും. വോളിയം അനാലിസിസ്. കൺസോൾട്ടേഷൻ സമയത്ത് വോളിയം ശ്രദ്ധിക്കുന്നത് നല്ല സിഗ്നൽ തന്നേക്കും. സാധാരണയായിട്ട് അക്യുമുലേഷൻ നടക്കുന്ന സോണിൽ വോളിയം കുറവായിരിക്കും. കാരണം ഇൻസ്റ്റിറ്റ്യൂഷൻസ് വലിയ ഒച്ചപ്പാടുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഇതിനിടയിൽ ചില അബ്നോർമൽ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. സ്റ്റോക്ക് പ്രൈസ് ആ റേഞ്ചിന്റെ ലോവർ ലെവലിലേക്ക് വരുമ്പോഴെല്ലാം വോളിയത്തിൽ ചെറിയൊരു വർധനവ് വരുന്നുണ്ടെങ്കിൽ പ്രൈസ് കൂടുമ്പോൾ വിൽക്കാൻ വരുന്നവരുടെ ഷെയറുകളെല്ലാം ആരോ വാങ്ങിക്കൂട്ടുന്നുണ്ട് എന്നതിന്റെ നിശബ്ദമായിട്ടുള്ള ഒരു ഫുട് പ്രിന്റ് ആണ്. അപ്പൊ ആ ഒരു സ്റ്റോക്ക് കൺസോൾട്ടേഷൻ റേഞ്ച് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ബ്രേക്ക് ഔട്ട് ചെയ്യുമ്പോൾ വോളിയത്തിൽ വലിയൊരു സ്പൈക്ക് കാണാൻ പറ്റിയാൽ അതൊരു നല്ല സൈനായിട്ട് കണക്കാക്കാം. അക്യുമുലേഷൻ ഫേസ് കഴിഞ്ഞു, ഇനി പ്രൈസിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ സമയമായി എന്നതിന്റെ സൂചനയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു നല്ല ഇൻഫർമേഷൻ ആണ്. ആ ഒരു സാധ്യത കൂടി മനസ്സിലാക്കി വേണം നമ്മൾ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിലേക്ക് ഇറങ്ങാൻ. അപ്പൊ ഇനി മൂന്നാമത്തെ ഫുട് പ്രിന്റ് ഫാൾസ് ബ്രേക്ക് ഡൗൺ അല്ലെങ്കിൽ ഷേക്ക് ഔട്ട്. ഇൻസ്റ്റിറ്റ്യൂഷൻ ബൈയിങ്ങിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സൈനാണ്. കൺസോൾട്ടേഷൻ പ്രൈസിന് തൊട്ട് താഴെ ഒരു സപ്പോർട്ട് ലൈൻ സാധാരണയായിട്ട് ഉണ്ടാവാറുണ്ട്. ഇവിടെ നമുക്ക് 100 രൂപയായിട്ട് എടുക്കാം. ചിലപ്പോൾ സ്റ്റോക്കിന്റെ പ്രൈസ് പെട്ടെന്ന് ഈ ഒരു സപ്പോർട്ട് ലെവലും ബ്രേക്ക് ചെയ്ത് താഴേക്ക് വരും. അപ്പൊ ഇത് കാണുന്ന ഒരു സാധാരണ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൽ ചിലര് പേടിച്ച് കയ്യിലുള്ള ഷെയറുകളൊക്കെ പെട്ടെന്ന് വിൽക്കാൻ തുടങ്ങും. അവരുടെ സ്റ്റോപ്പ് ലോസ് ഓർഡറുകളൊക്കെ ട്രിഗർ ആവും. പക്ഷെ അതിനുശേഷം സംഭവിക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. പ്രൈസ് പെട്ടെന്ന് തന്നെ തിരിച്ചു കയറി ആ ഒരു സപ്പോർട്ട് ലെവലിൽ മുകളിൽ വരികയും സ്ട്രോങ് ആയിട്ട് മുകളിലേക്ക് പോവുകയൊക്കെ ചെയ്യും. അപ്പൊ ഇതിനെയാണ് ഫോൾസ് ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ ഷേക്ക് ഔട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു വലിയൊരു ട്രാപ്പാണ് എന്നതിനേക്കാൾ കൂടുതൽ ലിക്വിഡിറ്റി ഇവന്റ് ആയിട്ട് കാണുന്നതാണ് ശരി. പ്രൈസ് താഴേക്ക് വന്നപ്പോൾ പാനിക് ആയിട്ട് വിറ്റ ഇൻവെസ്റ്റേഴ്സിന്റെ എല്ലാ ഷെയറുകളും വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ വീക്ക് ഹാൻഡ്സിനെ പുറത്താക്കി സ്ട്രോങ് ഹാൻഡ്സ് ആ ഒരു സ്റ്റോക്കുകൾ കൈപ്പിടിയിൽ ഒതുക്കി ചെറിയ പ്രൈസിൽ കൂടുതൽ ഷെയറുകൾ കിട്ടിയതിന് ശേഷം പ്രൈസിനെ മുകളിലേക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊണ്ടുപോകും. പിന്നെ ഒരു സപ്പോർട്ടിന് താഴെ പ്രൈസ് പോയതിനു ശേഷം അതിവേഗം തിരിച്ചു കയറുന്നത് ആ സ്റ്റോക്സിൽ എത്രമാത്രം ബൈയിങ് പ്രഷർ ഉണ്ട് എന്നതിന്റെ ഒരു സിമ്പിൾ സൈനാണ്. അപ്പൊ ഓവറോൾ നോക്കുമ്പോൾ ചാർട്ടിലെ ഈ ഒരു പാറ്റേണുകൾ നീണ്ട കൺസോൾട്ടേഷനും വോളിയം ബിഹേവിയറും അല്ലെങ്കിൽ ഫോൾസ് ബ്രേക്ക് ഔട്ടും എല്ലാം നമുക്ക് ഒരുമിച്ച് കാണുമ്പോൾ ആ ഒരു വലിയ പ്ലേയേഴ്സിന്റെ അവൈലബിലിറ്റി, അവരുടെ പ്രസൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഇൻഫോർമേഷനിൽ നിന്ന് റീറ്റെയിൽ ട്രേഡേഴ്സ് എന്താണ് പഠിക്കേണ്ടത്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതിനു മുമ്പ് ഒരു വട്ടം കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ തരുന്ന ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഒന്ന് ഹൈപ്പ് ചെയ്തേക്കുക. അപ്പൊ ഇനി നമുക്ക് റീറ്റെയിൽ നിക്ഷേപകർ എന്ത് പഠിക്കണം എന്ന് മനസ്സിലാക്കാം. ഒരു സാധാരണ ഇൻവെസ്റ്റർക്ക് എന്താണ് ഗുണം? നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷനെ പോലെ ചിന്തിക്കുകയോ അല്ലെങ്കിൽ ആക്ട് ചെയ്യുകയോ ഒന്നും വേണ്ട. പക്ഷേ അവരുടെ രീതിയിൽ മനസ്സിലാക്കുന്നത് നമ്മളെ ഡിസിഷൻസ് എടുക്കാൻ ഹെൽപ്പ് ചെയ്യും. നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, പേഷ്യൻസ് ആണ് പ്രധാനം. ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാസങ്ങളെടുത്താണ് അല്ലെങ്കിൽ ക്ഷമയോടെയാണ് അവരുടെ പൊസിഷൻസ് ബിൽഡ് ചെയ്യുന്നത്. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് പലപ്പോഴും പെട്ടെന്നുള്ള പ്രോഫിറ്റ് ആണ് നോക്കുന്നത്. പക്ഷേ നല്ലൊരു സ്റ്റോക്ക് കണ്ടെത്തിയാൽ അത് കൺസോൾട്ടേറ്റ് ചെയ്യുമ്പോൾ ക്ഷമയോടെ കാത്തിരിക്കുന്നത് നല്ലൊരു സ്ട്രാറ്റജി തന്നെയാണ്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സൂചനയാണ് ലുക്ക് ഫോർ കോൺഫ്ലുവൻസ്. ഒറ്റ സിഗ്നലിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത്. നീണ്ട കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ അതുപോലെ തന്നെ കുറഞ്ഞ വോളിയം, സപ്പോർട്ടിൽ നിന്ന് പ്രൈസ് തിരിച്ചു കയറി വരിക, അപ്പോൾ ഒടുവിൽ വലിയ വോളിയത്തോടെയുള്ള ബ്രേക്ക്ഔട്ട്, ഇങ്ങനെ പല ഫാക്ടേഴ്സ് ഒരുമിച്ച് വരുമ്പോൾ ആ ഒരു സിഗ്നലിന്റെ സ്ട്രെങ്ത് വളരെ വലുതാണ്. നമ്മൾ ഒരു സ്റ്റോക്കിനെ ചേസ് ചെയ്യാൻ ശ്രമിക്കരുത്. ഒരു സ്റ്റോക്ക് ബ്രേക്ക്ഔട്ട് ആയിട്ട് 20% മുകളിലേക്ക് പോയ ശേഷം അതിൽ എൻ്റർ ചെയ്യുന്നത് പലപ്പോഴും 20% ഒക്കെ മുകളിലേക്ക് പോയ ശേഷമായിരിക്കും നമുക്ക് എൻട്രി എടുക്കാൻ ആലോചിക്കുക. അപ്പൊ അത്തരത്തിലുള്ള എൻട്രികൾ കൃത്യമായിട്ട് ഒഴിവാക്കുക. പകരം കൺസോൾട്ടേഷൻ ഫേസിൽ സ്റ്റോക്കിനെ വാച്ച് ചെയ്ത് ബ്രേക്ക്ഔട്ടിന്റെ തുടക്കത്തിൽ ഒരു നല്ല എൻട്രി കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, എല്ലാ കൺസോൾട്ടേഷനും അക്യുമുലേഷൻ അല്ല എന്നുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ചിലപ്പോൾ ഒരു സ്റ്റോക്ക് കൺസോൾട്ടേറ്റ് ചെയ്യുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് നമ്മൾ ഒരിക്കലും ആ ഒരു സ്റ്റോക്ക് ബൈ ചെയ്യരുത്. അതുകൊണ്ട് ചാർട്ട് പാറ്റേണുകൾക്കൊപ്പം കമ്പനിയുടെ ഫണ്ടമെന്റൽസ് കൂടി കൃത്യമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. കമ്പനി
ലാഭത്തിലാണോ, വളർച്ചയുണ്ടോ, കടം കുറവാണോ, അങ്ങനെ ഫണ്ടമെന്റൽസിലെ ആ ഒരു ഇമ്പോർട്ടൻസ് പോയിന്റ്സ് എല്ലാം നമ്മൾ കൺഫേം ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ മറ്റൊരു കാര്യം പറയുകയാണ്, നിങ്ങൾ ഏതെങ്കിലും ഒരു സ്റ്റോക്കിൽ ഇതുപോലെയുള്ള പാറ്റേണുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഞാൻ മുമ്പ് എക്സാമ്പിൾ തന്ന അതർ എനർജിയുടെ പോലെയുള്ള എന്തെങ്കിലും പാറ്റേൺ നിങ്ങൾ ഏതെങ്കിലും സ്റ്റോക്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ കമന്റുകളായിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ ഈ ടോപ്പിക്കിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ അതും കമന്റുകളായിട്ട് അറിയിക്കുക. അപ്പൊ ഇനി നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കിടക്കാം. ആയിരക്കണക്കിന് കോടികൾ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒരു പ്ലേ തന്നെയാണ്. ഒരു പവർ ഗെയിം അല്ല, മറിച്ച് പൊസിഷൻസിന്റെയും സ്ട്രാറ്റജിയുടെയും ഒരു കളിയാണ്. ഓർഡറുകളെ ആയിരക്കണക്കിന് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്തും വിവാപ്പ് പോലെയുള്ള അൽഗോരിതങ്ങൾ ഉപയോഗിച്ചും ബ്ലോക്ക് ഡീലുകൾ വഴിയും ഒക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻ തങ്ങളുടെ ടാർഗറ്റ് കഴിയുന്നത്ര സൈലന്റ് ആയിട്ട് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കും. അപ്പൊ അവരുടെ ഈ ഒരു ആക്ടിവിറ്റീസ് ചാർട്ടുകളിൽ ചെറിയ ചെറിയ ഫുട് പ്രിന്റ്സ് ബാക്കി വെക്കാറുണ്ട്. ഒരു കൺസോൾട്ടേഷൻ സോൺ അല്ലെങ്കിൽ വോളിയത്തിലെ മാറ്റങ്ങൾ, ഒരു ബ്രേക്ക്ഔട്ട്, ഇതൊക്കെ തന്നെ ഫുട് പ്രിന്റ്സ് ആണ്. ഒരു റീറ്റെയിൽ ഇൻവെസ്റ്റർ എന്ന നിലയ്ക്ക് ഇങ്ങനെയുള്ള ഫുട് പ്രിന്റുകൾ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുകയും മനസ്സിലാക്കുകയും വലിയ പ്ലേയേഴ്സിന്റെ മൂവ്മെന്റ് നേരത്തെ മനസ്സിലാക്കി അതിനൊപ്പം നമ്മളുടെ സ്വന്തം സ്ട്രാറ്റജികൾ ഉണ്ടാക്കാനും അവിടെ ഇൻവെസ്റ്റ് ചെയ്യാനും ശ്രമിക്കും. സ്റ്റോക്ക് മാർക്കറ്റിൽ ചാർട്ടിലെ സൈലൻസിന് പിന്നിലെ കഥ അറിയുന്നവർക്ക് എപ്പോഴും ഒരു സ്റ്റെപ്പ് മുന്നിൽ നിൽക്കാൻ കഴിയും. അപ്പോൾ ഈ ഒരു അനാലിസിസ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയി അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയി എന്ന് തന്നെ ഞാൻ കരുതുകയാണ്. അപ്പോൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സൂപ്പർ താങ്ക്സ് തരുമ്പോൾ നമുക്ക് ചെറിയ ചെറിയൊരു എമൗണ്ടുകളാണെങ്കിൽ പോലും വളരെ വലിയ മോട്ടിവേഷൻ ആണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടിന് ഒരുപാട് നന്ദി. ഇനിയും ഇതുപോലെയുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോകളുമായിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് വരാം. അതുവരെ ഹാപ്പി ഇൻവെസ്റ്റിംഗ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.